കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ അടർത്തിയെടുത്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി.ജെ.പി. നീക്കം. കെ സുധാകരനെ ഒപ്പം നിർത്താനും ബി.ജെ.പിക്ക് പദ്ധതികളുണ്ട്. നിരന്തരം കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന ശശി തരൂർ സ്വയം തേടുന്നത് പുറത്തേക്കുള്ള വഴി തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും നിരന്തരം പരസ്യമായി പിന്തുണയ്ക്കുന്ന ശശി തരൂർ ഇതിനകം തന്നെ സംഘപരിവാർ നേതൃത്വത്തിന്റെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. കൃത്യവും വ്യക്തവുമായ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണ് ബി.ജെ.പി. നേതൃത്വം ഇപ്പോൾ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ ശശി തരൂർ ബി.ജെ.പിയിലെത്തും. അത് ഇനി കോൺഗ്രസിൽ നിന്നും പുറത്തായിട്ടാണോ രാജിവെച്ചിട്ടാണോ എന്നതാണ് കണ്ടറിയേണ്ടത്. അടുത്ത വർഷം ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ബി.ജെ.പി. അണിയറയിൽ കരുക്കൾ നീക്കുന്നത്. ശശി തരൂരിനെ പോലുള്ള ഒരു വ്യക്തിത്വം ബി.ജെ.പിയിൽ എത്തിയാൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാം എന്നതാണ് ബി.ജെ.പി. നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ബി.ജെ.പിയെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചതിന് പിന്നിൽ കെ സുധാകരനെ കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയ രാഷ്ട്രീയ സാഹചര്യമാണ്. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ തന്റെ ചൊൽപ്പടിക്ക് കേരളത്തിലെ കോൺഗ്രസിനെ കൊണ്ടുവരാൻ നടത്തുന്ന വെട്ടിനിരത്തൽ വൻ പൊട്ടിത്തെറിയിലേക്കാണ് കോൺഗ്രസിനെ കൊണ്ടുപോകുന്നത്. കെ സുധാകരൻ ഇതിനകം തന്നെ പരസ്യമായി എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. എം.പിമാരും എം.എൽ.എമാരും ഉൾപ്പെടെ അനവധി പ്രമുഖ നേതാക്കളാണ് കടുത്ത അസംതൃപ്തി പ്രകടിപ്പിക്കുന്നത്. ഈ ഭിന്നത പൊട്ടിത്തെറിയിലും പിളർപ്പിലും വരെ എത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ അവസരം ഫലപ്രദമായി ഉപയോഗിച്ചാൽ തരൂരിനൊപ്പം ജനപ്രതിനിധികൾ ഉൾപ്പെടെ കോൺഗ്രസിലെ വലിയ ഒരു നിരയെ തന്നെ അടർത്തിയെടുക്കാമെന്നതാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ഇത് മുന്നിൽ കണ്ടാണ് തരൂരിനെ അടർത്തിയെടുക്കാനുള്ള നീക്കത്തിന് ബി.ജെ.പി. വേഗത കൂട്ടിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പരമാധികാര ബോഡിയായ എ.ഐ.സി.സി. വർക്കിംഗ് കമ്മിറ്റി അംഗവും തിരുവനന്തപുരം എം.പിയുമായ ശശി തരൂർ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന കാര്യം ഏതാണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡും നിലവിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനയുടെ പേരിൽ തരൂരിനെ കോൺഗ്രസ് നേതൃത്വം താക്കീത് ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ തരൂർ മൈൻഡ് പോലും ചെയ്തിട്ടില്ല. കേന്ദ്ര സർക്കാരുമായി കൂടുതൽ അടുത്തിടപഴകാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനവും. മോദി സർക്കാരും തരൂരിനെ ഇപ്പോൾ കാര്യമായി പരിഗണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാവുന്ന ഭീകര പ്രവർത്തനങ്ങളോടുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ അയക്കുന്ന പ്രതിനിധി സംഘത്തെ നയിക്കുക ശശി തരൂർ ആയിരിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുള്ളത്. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായ നിലപാട് അവതരിപ്പിക്കാനുള്ള ഏകോപിത ശ്രമത്തിന്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികളുമായും സർക്കാർ ചർച്ച നടത്തി വരികയാണ്. ഇതിനുശേഷമായിരിക്കും പ്രതിനിധി സംഘത്തിന്റെ ഘടനയും സമയക്രമവും തീരുമാനിക്കുക. പാക് മണ്ണിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്ന ഭീകരതയുടെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആവശ്യകതയും പ്രത്യാഘാതങ്ങളും സംബന്ധിച്ച ഇന്ത്യയുടെ കാഴ്ചപ്പാടാണ് പ്രതിനിധി സംഘം വിദേശ സർക്കാരുകളെയും വിദേശ മാധ്യമങ്ങളെയും ബോധ്യപ്പെടുത്തുക. പാക് പ്രകോപനങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആവശ്യകത, കൂടുതൽ ഭീകരാക്രമണങ്ങൾ എന്നിവ ഉണ്ടായാൽ ഭാവിയിൽ സമാനമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ തുടങ്ങി ഭീകരത വളർത്തുന്നതിലും അതിന്റെ ആഗോള പ്രത്യാഘാതങ്ങളിലും പാകിസ്ഥാന്റെ പങ്കും സംഘം വിശദീകരിക്കും. ഐക്യരാഷ്ട്രസഭയുടെ മുൻ അണ്ടർ സെക്രട്ടറി കൂടിയായ ശശി തരൂരിനെ പുതിയ ചുമതല ഏൽപ്പിക്കുന്നത് സ്വാഭാവികമാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുക എങ്കിലും ഇതിനു പിന്നിൽ പതിയിരിക്കുന്ന രാഷ്ട്രീയ അജണ്ട വ്യക്തമാണ്. തരൂരും മാനസികമായി ഇപ്പോൾ ഒരു കൂടുമാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ട് പോലും ആ ഒരു പരിഗണന കേരളത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് നൽകുന്നില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ ഉയർത്തിക്കാട്ടുമെന്ന തരൂരിന്റെ സ്വപ്നവും അവസാനിച്ചു കഴിഞ്ഞു. കെ കരുണാകരനെ മാറ്റി എ.കെ. ആന്റണി മുൻപ് ഡൽഹിയിൽ നിന്നും പറന്നിറങ്ങി മുഖ്യമന്ത്രിയായതുപോലെ യു.ഡി.എഫിന് ഭരണം കിട്ടിയാൽ തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാനാണ് കെ.സി. വേണുഗോപാലിന്റെ പദ്ധതി. മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടു നടക്കുന്ന വി.ഡി. സതീശനെയും രമേശ് ചെന്നിത്തലയും മൂലക്കിരുത്തുന്ന പ്ലാനാണിത്. യു.ഡി.എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ സതീശനും ചെന്നിത്തലയും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുമ്പോൾ സമവായ സ്ഥാനാർത്ഥിയായി ഹൈക്കമാൻഡ് പിന്തുണയോടെ കേരളത്തിലെത്തുക തന്നെയാണ് കെ.സി. വേണുഗോപാലിന്റെ ലക്ഷ്യം. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മണ്ഡലം പോലും അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ പേരാവൂറാണ് ആ മണ്ഡലം. കണ്ണൂർ സ്വദേശിയാണ് കെ.സി. എന്നതിനാൽ കണ്ണൂരിലെ പേരാവൂർ മികച്ച ഒരു ഓപ്ഷനുമാണ്. ഈ മണ്ഡലം കൂടി മുന്നിൽ കണ്ടാണ് സിറ്റിംഗ് എം.എൽ.എ. ആയ സണ്ണി ജോസഫിനെ പിടിച്ച് കെ.പി.സി.സി. അധ്യക്ഷനാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്നുമുണ്ട്. കെ.പി.സി.സി. തലപ്പത്ത് വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റി തനിക്ക് മുന്നിലെ സകല വെല്ലുവിളികളും മറികടക്കാനാണ് കെ.സി. വേണുഗോപാൽ ശ്രമിക്കുന്നത്. സുധാകരനെ ഒതുക്കിയതും തരൂരിനെ ഒതുക്കാൻ ശ്രമിക്കുന്നതും ഇതിന്റെ ഭാഗമായാണ്.
ഈ ഒതുക്കൽ പ്രക്രിയ അസാധാരണ സ്ഥിതിവിശേഷമാണ് നിലവിൽ കോൺഗ്രസിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കെ.സിക്കെതിരായ വികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കോൺഗ്രസിനെ വലിയ പിളർപ്പിലേക്ക് നയിച്ചേക്കും. ഒരു വിഭാഗം പ്രത്യേക പാർട്ടിയായി നിൽക്കാനും ചില നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ചേക്കേറാനും എല്ലാ സാധ്യതകളുമുണ്ട്. ശശി തരൂർ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തിൽ ബി.ജെ.പി ഉപയോഗപ്പെടുത്തും. ശാരീരികമായ പരിമിതി ഉണ്ടെങ്കിലും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെയും ബി.ജെ.പി നോട്ടമിടുന്നുണ്ട്. സുധാകരന് ഗവർണർ പദവി വരെ ഓഫർ ചെയ്താലും അത്ഭുതപ്പെടാൻ ഒന്നുമില്ല. കാര്യങ്ങളുടെ പോക്കിപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ്. കോൺഗ്രസിന്റെ തകർച്ച മുതലാക്കി പ്രധാന പ്രതിപക്ഷമാകാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. കോൺഗ്രസിന്റെ പിളർപ്പ് UDF എന്ന മുന്നണിയെ തന്നെ തകിടം മറിക്കുമെന്നും ആ ഘട്ടത്തിൽ ലീഗ് വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെ പോകുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ ലീഗിലെ ഒരു വിഭാഗം തയ്യാറായാൽ ആ പാർട്ടിയും പിളരും. അതും ആത്യന്തികമായി ഇടതുപക്ഷത്തിന് മാത്രമല്ല ബി.ജെ.പി മുന്നണിക്ക് കൂടിയാണ് ഗുണം ചെയ്യുക. SNDP യോഗം, NSS തുടങ്ങിയ ഹൈന്ദവ സംഘടനകളെയും ക്രൈസ്തവ സംഘടനകളെയും കേരള കോൺഗ്രസുകളെയും ഒപ്പം നിർത്തി പുതിയ ഒരു ബദൽ മുന്നോട്ട് വയ്ക്കാനാണ് ബി.ജെ.പി നീക്കം. അതിന് തരൂർ നേതൃത്വം നൽകിയാൽ വലിയ റിസൾട്ട് ലഭിക്കുമെന്നാണ് നേതൃത്വം കരുതുന്നത്. 2026 പ്രധാന പ്രതിപക്ഷമാകുക, 2031 കേരള ഭരണം പിടിക്കുക എന്ന ലക്ഷ്യം പുതിയ തലമുറയും ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം കരുതുന്നത്. ഇന്ത്യ പാക് സംഘർഷവും ഓപ്പറേഷൻ സിന്ദൂറും സ്ത്രീകൾക്കിടയിലും യുവാക്കൾക്കിടയിലും മോദി സർക്കാരിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിഞ്ഞാൽ അതും കേരളത്തിൽ വോട്ടായി മാറുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്.